ഹായ്, നമസ്കാരം. ഡ്രീം മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ ഗസ്റ്റ് ഷാജി കെ പോളാണ്. ഷാജി കെ പോളിൻ്റെ എന്തൊക്കെയാണ് വിശേഷങ്ങളെന്ന് അദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചറിയാം. ഹായ് ഷാജിടാ. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? നല്ല വിശേഷം. നല്ല വിശേഷം. ഈ ഒരു സ്ഥലം എവിടെയാണ് വാട്ടർ കമ്പനി? ഇത് കോലഞ്ചേരി അടുത്ത്, എറണാകുളം ജില്ലയിൽ കോലഞ്ചേരി അടുത്ത് പാലക്കാമറ്റം. നമ്മുടെ ഈ വാട്ടർ കമ്പനിയുടെ പേരെന്താണ്? വാട്ടർ കമ്പനിയുടെ പേര് റെയിൻബോ പാക്കേജ്ഡ് ഡ്രിങ്കിങ് വാട്ടർ. ഇതിൻ്റെ ബ്രാൻഡ് നെയിം ഡാഫോഡിൽസ്. ഈ ഡാഫോഡിൽസ് എന്നുള്ള പേരിടാൻ അങ്ങനെ പേരിടാൻ കാരണം പല പേരുകളും തപ്പി നോക്കിയിട്ട് കിട്ടിയില്ല. പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് ഒരു പോയം പഠിച്ചത്, ഇംഗ്ലീഷ് പോയം പഠിച്ചായിരുന്നു. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടപ്പോൾ വേറെ പേരൊന്നും കിട്ടിയപ്പോൾ അതങ്ങിട്ടു. ലില്ലിപ്പൂക്കൾ എന്നാണ് എൻ്റെ അർത്ഥം. ഇംഗ്ലണ്ടിലെ തെംസ് നദിയുടെ തീരത്തുള്ള കവിതയോടൊക്കെ കുറച്ച് താല്പര്യമുള്ള കാരണം. നമ്മൾ ഈ വെള്ള കമ്പനി തന്നെ ഒത്തിരി കമ്പനികളുണ്ട് അല്ലേ? നമ്മളുടെ ഈ റെയിൻബോ വാട്ടർ കമ്പനി അല്ലേ? അതെ, നമ്മൾ അറിയപ്പെടുന്നത് ഡാഫോഡിൽസ് എന്നാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റിൽ അറിയപ്പെടുന്നത് നമ്മുടെ ഈ കമ്പനിയുടെ എന്താണ് നമ്മളെ ഈ ക്വാളിറ്റി തമ്മിലുള്ള പ്രേക്ഷകർക്ക് പറയാനുള്ളത്, പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത്? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വെള്ളം എല്ലാം ഒരുപോലെയായിട്ട് ആൾക്കാർ കണക്ക് കൂട്ടും. അതെ. പക്ഷെ നമ്മളത് ടേസ്റ്റ് ചെയ്യുമ്പോഴും കുടിച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ വ്യത്യാസങ്ങൾ. ഒരു 10 ബോട്ടിൽ നിങ്ങൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് കുടിച്ച് കഴിയുമ്പോൾ 10 ടേസ്റ്റ് ആയിരിക്കും. അതിലേറ്റവും മികച്ചതായിരിക്കും നമ്മുടെ. ക്വാളിറ്റി സ്ട്രിക്റ്റ് ആണ്, ഒരു വിട്ടുവീഴ്ചയില്ല. ക്വാളിറ്റിയും എല്ലാ കാര്യത്തിലും, പാക്കിങ്ങിലും എല്ലാത്തിലും. അതെ. അപ്പോൾ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നമ്മൾ പല ബോട്ടിലെ പല വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഈ ഓരോ കളറിനും അതിൻ്റെ ഒരു വ്യത്യാസങ്ങളില്ലേ ഈ ബോട്ടിൽ ഉണ്ട് അല്ലേ? ഇതിന് ഈ നമ്മുടെ അതിൻ്റെ അടുപ്പിനെ ഓരോ കളർ കോഡ് കൊടുത്തിട്ടുണ്ട്. ഉണ്ട്. ഈ കളർ കോഡിൻ്റെ വ്യത്യാസം എന്താണ്? എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. എന്നാലും ബ്ലൂ കളറാണ് വാട്ടറിന് കൊടുക്കുന്നത്, കളർ കോഡ് ലോകവ്യാപകമായിട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ നമ്മളവൻ കൊടുക്കുന്നു. അത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യം കൂടെ ഉണ്ടല്ലോ. ഇത് ISIയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് നമ്മൾ ഈ ബോട്ടിലും ക്യാപ്പും എല്ലാം നമ്മൾ പീരിയോഡിക്കലായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് ക്വാളിറ്റി ഉറപ്പ് വരുത്തിയതിന് ശേഷം ആ പ്രോഡക്റ്റ് നമ്മൾ ഉപയോഗിക്കുകയുള്ളൂ. ISI സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഇപ്പോൾ എല്ലാ കാര്യത്തിലും നമ്മൾ കീപ്പ് ചെയ്യും. ഈവൻ ലേബലിൽ വരെ. ലേബലിന് ISI ഇല്ല, പക്ഷേ എല്ലാ കാര്യത്തിലും നമ്മൾ പെർഫെക്ഷൻ ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ നമുക്ക് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അല്ല, അത് തന്നെ. ഇപ്പോൾ ഷാജിന് പഠിത്തം കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഫസ്റ്റ് ചെയ്തിരുന്നത്? പഠിത്തം കഴിഞ്ഞിട്ട് അരിയുടെ ഹോൾസെയിൽ ബിസിനസ് ആയിരുന്നു. പഠിത്തം കഴിഞ്ഞിട്ട് ഈ ബിസിനസ്സിലേക്കാണ് കൂടുതലും. ബിസിനസ് അപ്പച്ചനായിട്ട് ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നു. അത് ഞാനത് വിപുലപ്പെടുത്തി. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അത് ട്രേഡിംഗ് ആണ്. പിന്നെ അത് ട്രേഡിംഗ് വിട്ടിട്ടൊരു മാനുഫാക്ചറിങ്ങിലേക്ക് വരാൻ വേണ്ടിയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. എന്നാലും ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു പ്രസ്ഥാനത്തിലേക്ക് ഇപ്പോൾ വാട്ടറിൻ്റെ ഒരു കമ്പനി സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് എന്താണ് അതിൻ്റെ ഒരു വഴിത്തിരിവ്? എന്താണ്? അതിപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തൊരു വലിയൊരു കമ്പനി ഉണ്ടായിരുന്നു, വെള്ള കമ്പനി ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം, സാധാരണ മലയാളികളുടെ ഒരു ജലസി, അവിടെ നിന്ന് വെള്ളം കയറി പോകണ്ടല്ലോ, നല്ല ബിസിനസ് ആണല്ലോ എന്ന് തോന്നി നമ്മൾ ഇത് കണ്ടിട്ട് ഇതിൽ വന്ന് ചാടിയപ്പോൾ ചൂടുവെള്ളത്തിൽ ചാടി പൂച്ച പോലെ ആയി. പിന്നെ നമ്മളത് തരണം ചെയ്ത് കയറി പോന്നു. ഷാജിന്റെ ഈ ഒരു പ്രസ്ഥാനത്തിൽ വന്നിട്ടുള്ള ഒരു അനുഭവങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് ഷെയർ ചെയ്യും. അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയപ്പോൾ ശരിക്കും സ്ട്രഗിൾ ചെയ്തു, സാമ്പത്തികമായിട്ടും എല്ലാം. അപ്പോൾ അതിൽ നിന്ന് കയറിപ്പോരാൻ നമ്മൾ ഓരോ ദിവസവും ഉറക്കത്തിലും നമ്മൾ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നു. തോൽവി നമ്മൾ സഹിക്കില്ല, തോൽക്കാൻ നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. നിരന്തരം നമ്മൾ പരിശ്രമിക്കുക. ഏത് ബിസിനസ്സിലാണെങ്കിലും പരിശ്രമിച്ചാൽ നെപ്പോളിയൻ പറയണ അസാധ്യമായിട്ട് ഒന്നുമില്ല. എല്ലാവർക്കും എടുക്കാൻ പറ്റും. നമ്മൾ അതുപോലെ ട്രൈ ചെയ്യണം. മടിയന്മാർക്ക് പറഞ്ഞേക്കണല്ല ബിസിനസ്. ഒരു കാര്യമില്ല, കാശ് മുടക്കി പറഞ്ഞ ബിസിനസ് തുടങ്ങണ്ട. അതിനകത്ത് ശരിക്കും ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ ബിസിനസ്സിന് കയറി പോരുള്ളൂ. പക്ഷേ നമ്മൾ പല ബിസിനസ് ചെയ്യുമ്പോഴും കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം അല്ലേ? സ്ഥിര ഉത്സാഹം ഒന്നാമത്തെ കാര്യം. പിന്നെ അമിതമായിട്ട് പൈസ ചിലവാക്കരുത്.
നമ്മൾ നോക്കിയുണ്ട് അതെങ്ങനെയാണ് നമ്മൾ വരവിനനുസരിച്ച് ചെലവ് ചെയ്യുക, വരവിനനുസരിച്ച് കുറച്ച് ചെലവ് ചെയ്ത് പഠിക്കുക, കുറച്ച് ബിസിനസ്സിലേക്ക് മാറ്റി വയ്ക്കുക, വീട്ടിലേക്ക് അധികം എടുക്കാതിരിക്കുക. അതെ എന്നാൽ വീട്ടിലെ കാര്യങ്ങളെല്ലാം നടക്കുകയും ചെയ്യും. അതെ അമിതമായ ദുർവ്യയം ഒഴിവാക്കുക ബിസിനസ്സിൽ. അതെ പിന്നെ നമുക്കൊരു വിഷൻ വേണം. നാളെ ഞാൻ അവിടെ എത്തും. അത് ഊണിലും ഉറക്കത്തിലും ഉണ്ടെങ്കിൽ നമ്മൾ എവിടെ എത്തും. അതാണ് ഷാജിച്ചേട്ടൻ പഠിച്ചിരിക്കുന്നത്. ഞാൻ പഠിച്ചേക്കുന്നതാണ്. നമുക്കൊരു ലക്ഷ്യം വേണം. ആ ലക്ഷ്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. ലക്ഷ്യത്തിലേക്ക് നമ്മൾ നിരന്തരം അതെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ മന്ത്രം ചൊല്ലും പോലെ ഉരുവിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇന്നല്ലെങ്കിൽ നാളെ എത്തിപ്പെടും. എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് 2 കൊല്ലം കഴിയുമ്പോൾ ക്ഷീണിച്ച് പുറകോട്ട് പോരരുത്. പിടിച്ചോളൂ, പിന്നെയും പിടിച്ചോളൂ, കയറി പോന്നോളൂ. ഇപ്പോൾ ഈ നമ്മുടെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ ഇത് നമ്മൾ തന്നെ കിണറ്റിൽ നിന്ന് തന്നെ എടുത്ത് അതെ കിണറിൽ നിന്ന് അതിലുള്ള മെഷീനറിയൊക്കെ നമ്മൾ ഇതാണ് ഓട്ടോമാറ്റിക്കൽ മെഷീനറിയാണ്. ഓട്ടോമാറ്റിക് മെഷീനറി എല്ലാം പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്തേക്കണം. ഇമ്പോർട്ട് ചെയ്ത എല്ലാ മെഷീനും. ഇതിപ്പോൾ എത്ര നാളായി നമ്മൾ ഈ ഇത് 2008 തുടങ്ങിയത്. 2008 ഇന്ത്യൻ മെഷീൻ വെച്ചിട്ടാണ് തുടങ്ങിയത്. അതെല്ലാം ഫ്ലോപ്പായിരുന്നു. പിന്നെ 4 കൊല്ലമായിട്ടുണ്ട് പുതിയ മെഷീനറികൾ ഓരോന്ന് സ്ഥാപിച്ച് ഈ കൊല്ലം പൂർത്തിയായി. 2026 കൊറോണയ്ക്ക് ശേഷമാണ് ചിന്തിച്ച് തുടങ്ങിയത്. കൂടുതൽ ചിന്തിച്ച് വെറുതെ ഇരുന്നപ്പോൾ കൂടുതൽ ചിന്തിച്ചു. സമയമുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് ചിന്തിച്ച് 2026 ആകുമ്പോഴത്തേക്ക് നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം പ്രാവർത്തികമാക്കി. ഉദ്ദേശിച്ച രീതിയിലേക്ക് വന്നു. ഇപ്പോൾ ഹാപ്പിയാണ്. ഇപ്പൊ ഞാനും കണ്ണ് നിറയുന്ന നമ്മുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് നമ്മുടെ ഭാര്യയാണ്. നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നോ ഒരിക്കലും പുറകിൽ നിന്ന് കേൾക്കരുത്. യെസ്സേ പറയാവുള്ളൂ. അത് ഒന്നുമില്ല അറിഞ്ഞ് ചെയ്യുന്ന ഭാര്യമാരായിരിക്കണം. അല്ലെങ്കിൽ അവർക്ക് സ്വയം തോന്നി ചെയ്യണം. നോ എന്ന് നമ്മുടെ ബിസിനസ്സിലില്ല, യെസ്സേ ഉള്ളൂ. അതാണ് ഭാര്യയുടെ സപ്പോർട്ട്. അതാണ് ഭാര്യയുടെ സപ്പോർട്ടാണ്. അതെ. അത് കൂടാതെ തന്നെ മകന്റെ സപ്പോർട്ടുണ്ട്. മകനുണ്ട്. അത് കുടുംബപരമായിട്ടുള്ള ഒരു ഞങ്ങൾ 3 പേരും ഫുൾ ടൈം ഇതിനകത്തുണ്ട്. ഏതൊരു സ്ഥാപനത്തിന്റെ മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണ് അല്ലേ? സ്റ്റാഫുമാണ്. നമ്മള് സ്റ്റാഫാണെന്ന് പറഞ്ഞാൽ മാത്രം പോരാ. നമ്മളൊരു കുടുംബത്തിലൊരു നമ്മുടെ കുടുംബവും നമ്മുടെ സ്റ്റാഫും ഒരുപോലെ കാണണം. അതെ, എങ്കിലേ ആ ബിസിനസ് കയറി പോരുള്ളൂ. അതെ. അല്ല ഇപ്പൊ ഷാജിച്ചേട്ടൻ അതുകൊണ്ടാണല്ലോ ഇപ്പൊ ഈ 17 വർഷമായിട്ട് നമ്മൾ ഈ ഒരു പ്രസ്ഥാനം ഈ ലെവലിൽ എത്തിയത്. അല്ല പല പ്രശ്നങ്ങളും ഷാജിച്ചേട്ടൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ. നമ്മള് സീറോന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടാണ്. വെറും സീറോയിന്ന് അല്ലേ? പക്ഷെ നമ്മൾ ക്യാമറ ഓഫ് ചെയ്ത സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചിരുന്നു. ശരിക്കും ഷാജിച്ചേട്ടൻ ചെയ്ത കുറേ കാര്യങ്ങളുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരിയുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് മാനുവൽ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം മെഷീൻ വെച്ച് തുടങ്ങി. മെഷീൻ ഫ്ലോപ്പായിരുന്നു. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം 10 ലക്ഷം രൂപ ലോൺ എടുത്തു. ഈ ലോൺ എടുത്തിട്ട് അത് തമിഴ്നാട്ടിൽ നിന്നൊരു കമ്പനിയായിരുന്നു ചെയ്ത് തന്നത്. അത് മുഴുവൻ ഫ്ലോപ്പായി. അവൻ തന്നെ റിട്ടേൺ എടുത്തു 5 ലക്ഷം രൂപയ്ക്ക്. 5 ലക്ഷം രൂപ തുടങ്ങിയപ്പോൾ തന്നെ പോയി. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 5 ലക്ഷം പോയി. 10 ലക്ഷം രൂപ ലോൺ എടുത്തു, 5 ലക്ഷം പോയി. പിന്നെ ഉള്ളതിൽ വെച്ചിട്ട് ഞങ്ങൾ പിടിച്ചു കയറി. ഇല്ല, അങ്ങനൊരു നമ്മളങ്ങനൊരു ബാഡ് ചിന്ത ഇല്ല നമ്മുടെ ജീവിതത്തിൽ. ചിന്തിക്കില്ല. ഇത് നമ്മൾ വെള്ളത്തിൽ ചാടി നീന്തൽ അറിയില്ലെങ്കിലും കരയ്ക്ക് പറ്റണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരിക്കലും നമ്മൾ വെള്ളത്തിൽ ചാടി മുങ്ങി പോകരുത്. ചാടിയാൽ കയറിക്കൊള്ളണം. ഏത് ഹെൽപ്പ് ഉപയോഗിച്ചിട്ടാണെങ്കിലും ഹെൽപ്പ് കിട്ടുമോ ഇല്ലെങ്കിൽ സ്വയം. ഞാൻ ബിസിനസ് തുടങ്ങാൻ നേരത്ത് എനിക്ക് ഒരു പൈസ ഇല്ലായിരുന്നു. അരിക്കച്ചവടം തുടങ്ങാൻ നേരത്ത്. അപ്പോൾ നമ്മുടെ സ്വന്തക്കാരുടെ ഒരു 20,000 രൂപ വായ്പ വെച്ചു. 20,000 രൂപ തന്നില്ല. ആയിക്കോട്ടെ, കുഴപ്പമില്ല. എനിക്കത് പുറത്തറിഞ്ഞാലും കുഴപ്പമില്ല. തന്നില്ല. അപ്പോൾ കല്യാണം കഴിച്ച് ആദ്യത്തെ ആഴ്ച ഞങ്ങൾ വീട്ടിൽ വന്നല്ലോ. ഞങ്ങൾ ചിന്തിക്കണം നമുക്കൊരു ബിസിനസ് തുടങ്ങണം. ഇത് തുടങ്ങിയിട്ട് വേണം നമുക്ക് മുന്നോട്ട് കയറാനായിട്ട്. അപ്പോൾ എനിക്കന്ന് 20,000 രൂപ 20 പവൻ അവളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു നമുക്കിതങ്ങ് വിൽക്കാം, പൈസ ആവുമല്ലോ. 4,000 രൂപയാണ് അന്നത്തെ വില. 4,000 രൂപ എടുത്തോടത്ത് കൊണ്ട് ഈ സ്വർണം കൊടുത്തു കഴിഞ്ഞപ്പോൾ അളിയൻ്റെ കൂടെ പഠിച്ചായിരുന്നു KP Work ജ്വല്ലറി കോതമംഗലം.
പുള്ളി പറഞ്ഞു അളിയൻ കള്ളുകുടിയനാണോ എന്ന് ചോദിച്ചു. പിറ്റേ ആഴ്ച കൊണ്ടൊന്ന് വിൽക്കുവാണല്ലോ. പിറ്റേ ആഴ്ച. അപ്പോൾ ഞാൻ അരിക്കച്ചവടം തുടങ്ങി വെച്ചായിരുന്നു. ഈ പൈസ 80,000 രൂപ കിട്ടി. അപ്പോൾ മില്ലിൽ നിന്ന് ഞാൻ ആദ്യമായിട്ട് അരി എടുക്കാൻ ചെന്നപ്പോൾ എനിക്ക് അവിടെ നല്ല അനുഭവം ഉണ്ടായി. കാലടിയിലുള്ളൊരു മില്ലുകാരൻ പള്ളിക്കൽ പാപ്പച്ചൻ, ആവണി റൈസ് എന്നാണ് പുള്ളിയുടെ ഓണറുടെ പേര്. പുള്ളി ഞാൻ ആദ്യമായിട്ട് അരി കയറ്റിയിട്ട് 1,00,000 രൂപയുടെ അരി കയറ്റിയിട്ട് 20 ചാക്കിലുള്ള പൈസ പെശകിപ്പോയി. കൂടുതൽ കയറ്റി പൈസ കൂടുതൽ ഞാൻ വണ്ടിയിൽ ലോഡ് ചെയ്തു. കണക്കൂട്ടി കഴിഞ്ഞപ്പോൾ 20 ചാക്കിനുള്ള പൈസ എൻ്റെ കയ്യിലില്ല. ഞാൻ പറഞ്ഞു ചേട്ടാ എൻ്റെ കയ്യിൽ ഇത്രയും പൈസ ഇല്ല. അപ്പോൾ കുറച്ച് നേരം പുള്ളി എൻ്റെ നേരെ നോക്കിയിട്ട് ഞാൻ കൊടുത്ത പൈസ എനിക്ക് തിരിച്ചു തന്നു. തിരിച്ചു തന്നിട്ട് നീ അടുത്ത പ്രാവശ്യം വരുമ്പോൾ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എന്തുകൊണ്ടാണ് അന്ന് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു നിന്നെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ജെനുവിനാണെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞു. പുള്ളിയാണ് എനിക്ക് ആദ്യത്തെ ഒരു സ്റ്റെപ്പ് തന്നത്, ചവിട്ടി കയറാനുള്ള സ്റ്റെപ്പ് തന്നത്. അവിടെ നിന്ന് പറയാൻ സുതാര്യമായിരിക്കണം ബിസിനസ് എപ്പോഴും. ബിസിനസ്സിൽ കൊടുക്കൽ വാങ്ങലെല്ലാം കറക്റ്റായിരിക്കണം, എങ്കിലേ ബിസിനസ് വിജയിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും അതിൽ ഒരിക്കലും ബിസിനസ് വിജയിക്കില്ല. അല്ല, ഇപ്പം നമ്മളിപ്പോൾ ഈ ബോട്ടിലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ സംഭവമില്ല. ഇപ്പോൾ ക്രെഡിറ്റ് ഇല്ല. അതിപ്പോൾ ഒരു 6 മാസം ആൾ ക്രെഡിറ്റ് ഇല്ലാതെയായിട്ട് ആരും ക്രെഡിറ്റ് തരില്ല. കാരണം എല്ലാം റെഡി പേയ്മെൻ്റാണ് എല്ലാവരും, അവരും നമ്മളും. അല്ല, നമുക്ക് കുറച്ച് ബിസിനസ് ഉള്ളെങ്കിലും അത് വൃത്തിയായിട്ട് കൊണ്ട് നടക്കണം. എന്നാലേ നമുക്ക് കൂടുതൽ കടം വാങ്ങിക്കരുത്. ഒന്നാമത്തെ ഒരു പാടാണത്. ബാധ്യതകളിലേക്ക് നമ്മൾ ചെന്ന് ചാടരുത്. നമുക്ക് പറ്റുമെങ്കിൽ ആ ബാധ്യത എടുക്കാവുള്ളൂ, ഇല്ലെങ്കിൽ എടുക്കരുത്. അത് നമ്മൾ ആദ്യം കടം എടുക്കണതിന് മുമ്പ് അത് ചിന്തിക്കണം. അപ്പോൾ ബിസിനസ്സിൽ കയറി പോരും. ബാങ്കുകാർ ലോൺ തരുമെന്ന് പറഞ്ഞു ഉള്ള പൈസ മുഴുവൻ മേടിച്ച് പിടിച്ച് ഒരു കാറും മേടിച്ചു, ഒരു പെരയും പണിതു, ബിസിനസ്സിൽ കയറി പോരില്ല. ഒരു കാര്യമില്ല. ഷോ കാണിക്കാൻ നമുക്ക് സമയം വരും, അന്നേരം കാണിക്കാം. മാർക്കറ്റിൽ പോയി 16 ഗ്രാം ബോട്ടിലൊക്കെയാണ് കൂടുതലുള്ളത് 1 ലിറ്ററിൻ്റെ വെള്ളം. അപ്പോൾ എന്ന് വെച്ചാൽ ഒരു ലാഭം നോക്കണതാണ്, മാർക്കറ്റിൽ വില കുറയ്ക്കാൻ വേണ്ടി നോക്കണതാണ്. വില കുറച്ച് വിറ്റ് മാർക്കറ്റ് പിടിക്കാനായിട്ട് ഒരിക്കലും കിട്ടില്ല. അത് നമ്മുടെ പ്രോഡക്റ്റ് ഞങ്ങൾക്ക് 21 ഗ്രാം 19 ഗ്രാം ബോട്ടിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ബോട്ടിൽ നല്ല സ്ട്രെങ്ത് ഉണ്ടാകും, കൈ പിടിക്കുമ്പോൾ ചളങ്ങി പോവില്ല. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ ദൂര സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ നല്ല ഷോ ഉണ്ടാവും, അല്ലെങ്കിൽ ചളങ്ങി കൂടിയിരിക്കും. അതിനു ഷോർട്ട് നെക്ക് പ്രീഫോം ഉണ്ട്, ഈ നെക്കിൻ്റെ ഇവിടെ ഹൈറ്റ് കുറഞ്ഞിട്ട്. അത് വരുമ്പോൾ നമുക്ക് ഗ്രാം കുറച്ചടിക്കാം. വെർജിൻ മെറ്റീരിയൽ ശരിക്കും റിലയൻസിൻ്റെ ആണ് നല്ലത്. ഇപ്പോൾ വിയറ്റ്നാമിലും ചൈനയിൽ നിന്നൊക്കെ വില കുറഞ്ഞ മെറ്റീരിയലുകൾ വരുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഒരു മണിക്കൂറിൽ എത്ര ബോട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റും? 7000 ബോട്ടിൽ, 1 ലിറ്റർ 7000 ബോട്ടിൽ. 7000 ബോട്ടിൽ അല്ലേ? ഇപ്പൊ പുതിയ മെഷീനാണ് വെച്ചത്. പുതിയ മെഷീൻ അല്ലേ? ശരിക്കും നമ്മൾ ഇപ്പോൾ എവിടെയൊക്കെയാണ് നമ്മൾ ഈ വെള്ളം സപ്ലൈ ചെയ്യുന്നത്? സമീപ ജില്ലകളിലുള്ളൂ, എറണാകുളം, തൃശ്ശൂർ, ആലപ്പുഴ. ഇപ്പം മകൻ ഒരു എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്. എഞ്ചിനീയറിംഗ് അല്ല, അവൻ MSW കഴിഞ്ഞു. പക്ഷേ അവനും ഈ ഫീൽഡിലേക്ക് വന്നു. പുറത്തോട്ട് പോകാൻ നോക്കിയില്ല. പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഷാജിദ് ഫസ്റ്റ് ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് എല്ലാ കാര്യത്തിലും ഇപ്പം മെഷീൻ എന്തെങ്കിലും കംപ്ലൈൻസോ എന്തെങ്കിലും മെയിൻ്റനൻസ് വന്നു കഴിഞ്ഞാൽ അത് ഷാജിച്ചേട്ടൻ തന്നെയാണ്. ഞാനും മകനും ചെയ്യും, രണ്ടുപേരും ചെയ്യും. ഇത് പഠിച്ചതാണോ? തന്നെ പഠിച്ചു. പഠിക്കേണ്ട അവസ്ഥ നമുക്കിപ്പോൾ എല്ലാം പഠിക്കാനുള്ള എല്ലാം യൂട്യൂബിൽ നിന്ന് അവിടെ നിന്ന് ഇവിടെ നിന്ന് എല്ലാം കിട്ടും. നമുക്ക് പറ്റാത്തത് അവിടെ ഇപ്പോൾ മെറ്റയിലും അവിടെ ഇവിടെയൊക്കെ ചോദിച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നും കിട്ടുന്നുണ്ട്. അത് വെച്ചിട്ട് നമ്മളങ്ങ് പരീക്ഷിക്കുക, പഠിക്കുക. പിന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് മെഷീൻ മേടിച്ചാൽ സ്പെയർ പാർട്സ് നമുക്ക് സുലഭമായിട്ട് കിട്ടും, വില കുറച്ച്. ഇന്ത്യൻ മെഷീനേക്കാളും വളരെ വില കുറച്ചും 2-3 ദിവസത്തിനകം നമുക്ക് സ്പെയർ പാർട്സ് ഇവിടെ കിട്ടും. പിന്നെ വിളിച്ചാൽ ഫോൺ എടുക്കും. ചൈനയിൽ നിന്നാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. വിളിച്ചാൽ ആ സെക്കൻഡ് രാത്രി 24 hours ഒരു ഫോൺ എടുക്കും. നമുക്ക് എന്ത് സപ്പോർട്ടും അവർ തരും. അതാണ് ഒരു മാനുഫാക്ചറെ സംബന്ധിച്ച് സപ്പോർട്ട്, കമ്പനിയുടെ സപ്പോർട്ട്.
മെഷീൻ എന്നും ഓടണം. മെഷീൻ ഡെയിലി ഓടിക്കൊണ്ടേയിരിക്കണം. ഇടയ്ക്ക് സ്റ്റക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാം ബ്രേക്കാവും. അത്യാവശ്യം അപ്പോൾ നമ്മൾ കൊടുക്കാതിരുന്നാൽ അടുത്ത ആൾ പോക്കറ്റിലേക്ക് കയറും. തീർച്ചയായിട്ടും അതെ അതെ. അപ്പോൾ നമ്മുടെ ബിസിനസ് പ്രോബ്ലംസ് അതാണ്. അതിപ്പോൾ ഈ കോമ്പറ്റീഷൻ ഫീൽഡിൽ ഇപ്പോൾ വെള്ളം മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഈ മേഖലകളിലും ഈ പറഞ്ഞ കോമ്പറ്റീഷൻ ഫീൽഡുണ്ട്. അതുപോലെ തന്നെ ഷാജിട്ടാ, ഒരു ബിസിനസ്സുകാരന് വേണ്ട ക്വാളിറ്റി എന്താണ്? നേരായ രീതിയിൽ ബിസിനസ് ചെയ്യുക. കള്ളത്തരത്തിലൂടെ ഒരു ബിസിനസ്സും വിജയിക്കില്ല. കൊടുക്കൽ വാങ്ങലുകളിൽ സുതാര്യത ഉണ്ടാവുക, ക്വാളിറ്റി പ്രോഡക്റ്റ് ഇറക്കുക, പ്രോഡക്റ്റിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല ക്വാളിറ്റിയിൽ. അപ്പോൾ ബിസിനസ് സക്സസ് ആവും. അതാണ് ഷാജിട്ട് പഠിച്ചത്. ഞാൻ പഠിച്ചേക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കൊടുക്കൽ വാങ്ങലുകളിൽ സുതാര്യത ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ നിന്നും ഏത് സമയത്ത് എത്ര ഷോർട്ടുള്ള സമയത്ത് നമുക്ക് മെറ്റീരിയൽ കിട്ടും, റോ മെറ്റീരിയൽ കിട്ടും. അപ്പോൾ നമുക്ക് ബിസിനസ് റൺ ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഈ ഒരു ഫീൽഡിലേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം കൂടെ ഉണ്ട്. അത് സാഹചര്യം പറഞ്ഞായിരുന്നു. എങ്ങനെയാണ് ഈ ഫീൽഡിലേക്ക് വന്നത്? നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് അറിയട്ടെ. ഫീൽഡിലേക്ക് വന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കോളേജിൽ പഠിച്ചപ്പോൾ ഒരു ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് തുടങ്ങി ബിൽഡിങ് പണിതു. അന്ന് ചെറിയതായി 2000 സ്ക്വയർ ഫീറ്റ് ബിൽഡിങ് പണിതു. ഗ്രൗണ്ട് വാട്ടറിൻ്റെ പെർമിഷൻ കിട്ടിയില്ലേ കേരളത്തിൽ വെള്ളം തുടങ്ങാൻ പറ്റുള്ളൂ, കേരളത്തിൽ ഇന്ത്യയിലും. അപ്പോൾ ഗ്രൗണ്ട് വാട്ടറിൽ അന്നത്തെ ഒരു ഓഫീസർ, കേരളത്തിൽ ഓഫീസർമാരുടെ കാര്യങ്ങൾ അറിയാലോ, കുറച്ച് ഉടക്കുകൾ വന്നു, തരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഭാര്യയും നാട്ടിലൊക്കെ പാചകം ചെയ്തുകൊണ്ട് നടക്കുന്നതായിരുന്നു കല്യാണങ്ങൾക്കൊക്കെ. കാറ്ററിംഗ് ആയിട്ടല്ല, ആൾക്കാരെ സഹായിച്ചു കൊടുക്കുക. അപ്പോൾ സദ്യകളൊക്കെ നാടുകളിലൊക്കെ വരുമ്പോൾ ഫുഡൊക്കെ ഉണ്ടാക്കും, എല്ലാ കറികളും ഉണ്ടാക്കും, ചോറുകളും എല്ലാം ഉണ്ടാക്കി കൊടുക്കാണ്ട് എല്ലാ വീടുകളിലും ഫ്രീ ആയിട്ട് പോവും. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചു, അന്ന് നമുക്കിത് അവർ തന്നിട്ട് നമുക്കിത് കാറ്ററിംഗ് യൂണിറ്റ് തുടങ്ങാം. അന്ന് കാറ്ററിംഗ് 2008 കാറ്ററിംഗ് യൂണിറ്റ് തുടങ്ങിയായിരുന്നെങ്കിൽ ഇതിലും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരുന്നത്. തീർച്ചയായിട്ടും. അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഇപ്പോൾ കല്യാണമാണെങ്കിൽ എന്ത് ഫംഗ്ഷൻ ആണെങ്കിലും കാറ്ററിംഗ് ആണല്ലോ ഇപ്പോൾ സമീപനപ്പോൾ. ഇതേ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കാറ്ററിംഗിൽ പോയാലും ഇതിലും ഉയരങ്ങളിൽ എത്തുമായിരുന്നു. തീർച്ചയായിട്ടും ഇതിലും ഉയരങ്ങളിൽ ഞാൻ ഉറപ്പുണ്ട്. അതെ. ഫ്യൂച്ചർ പ്ലാൻ അല്ല, ഫ്യൂച്ചർ ഇതുപോലെ തന്നെ ഒരു വലിയൊരു പ്ലാൻ കിട്ടണം. മധ്യ കേരളത്തിൽ ഇനി ആരും ഇതിൽ ഞങ്ങൾ മേലിൽ പോകുന്നില്ല, പോരുതെന്നല്ല, നല്ല ക്വാളിറ്റി പ്ലാന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ക്വാളിറ്റിയുള്ള ഏറ്റവും കുറച്ച് ലേബർ ഉപയോഗിച്ച് ക്വാളിറ്റി പ്രൊഡക്ഷൻ. ലേബർ കുറച്ച് ഉപയോഗിക്കുമ്പോൾ ലേബർമാർ എതിരല്ല, നമുക്ക് ലേബർ കുറച്ചെങ്കിലും ഇത് നമുക്ക് വയബിൾ ആവുള്ളൂ ബിസിനസ്. ശരിക്കും ലേബറെ കിട്ടാനുമില്ല. അതുപോലെ തന്നെ ഇത് ഈ ഒരു ബിസിനസ് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു ആവശ്യ ഘടകം തന്നെയാണ്. ബിസിനസ് വെള്ളത്തിൽ എന്നും ആവശ്യം കൂടി വരും, ഓരോ കൊല്ലവും കൂടി വരുന്നത്. പിന്നെ അതല്ല, നമ്മളിപ്പോഴത്തെ പൈപ്പിലെ വെള്ളം കുടിക്കണത് തന്നെ ആൾക്കാർക്ക് പേടിച്ചിട്ടാണ്. പേടിക്കണമല്ലോ. പണ്ടുള്ള പുഴയിലെ വെള്ളമല്ലോ. പണ്ടൊക്കെ ഞങ്ങളും പുഴയിൽ വെള്ളം കുടിച്ചിട്ടുണ്ട്. പുഴയിൽ നിന്ന് താഴെ പോയി കുടിച്ചാൽ നല്ല വെള്ളം നടത്തുന്നത് പുഴയിൽ മുങ്ങിയിട്ട് താഴത്തെ വെള്ളം കുടിക്കും, അടിയിലത്തെ വെള്ളം നല്ലതെന്ന് ഓർത്തുകൊണ്ടാണ് വരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് കുടിക്കാനേ പറ്റില്ല. ഇപ്പോൾ കോളിഫോം ഈക്വളി ഒന്നുമല്ല, അതിമാരകമായ വിഷമാണ് പുഴയിൽ വരുന്നത്. കമ്പനികളുടെ മാലിന്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത്. അത് നമുക്ക് പുഴയിൽ ഞങ്ങളൊക്കെ പുഴ അടുത്താണ്. പുഴയിൽ പോകുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ പുഴയിൽ പണ്ടുള്ള ഒരു മത്സ്യം ഇല്ല ഇന്ന്. ഒറ്റ മത്സ്യം കുറവാന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇല്ലാത്തത്. അതിന് മാത്രം പൊല്യൂഷനാണ്. പിന്നെ പണ്ട് പുഴയിലുള്ള ചെടികളൊന്നും ഇപ്പം ഇല്ല. ഇപ്പം ഈ അധിനിവേശ സസ്യങ്ങൾ പോലെ പുതിയ സസ്യങ്ങളാണ്, കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ലാത്ത സാധനങ്ങളാണ് പുതിയതായിട്ട് പുഴയെ കാണുന്നത്. അതിലില്ല. ഈ ക്യാപ്പിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, ക്യാപ്പ് നമ്മൾ ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ മെഷീൻ എന്ന് പറഞ്ഞാൽ സാക്മിയുടെ മെഷീനാണ് ക്യാപ്പ് ഉണ്ടാക്കുന്നത്, കംപ്രഷൻ മോൾഡിങ്. അവരുടെ ക്യാപ്പ് അടിച്ചു വരുമ്പോൾ ഇതിനകത്ത് ചെറിയ തരികളുണ്ട്, പ്ലാസ്റ്റിക് തരികൾ. ഈ തരികളെല്ലാം നമ്മൾ ക്യാപ്പ് വാഷ് ചെയ്തിട്ടാണ് നമ്മൾ ഫില്ലിങ്ങിലേക്ക് പോകുന്നത്. ഇവിടെ ആരും ഉപയോഗിച്ചിട്ടില്ല. അതൊക്കെ ഇമ്പോർട്ട് ചെയ്ത മെഷീനിൽ അത് കിട്ടുള്ളൂ. ഉണ്ട് ഒരു വീഡിയോ ഉണ്ട്. ക്യാപ്പ് വാഷ് ചെയ്യണം. നമ്മൾ ക്യാപ്പ് ഫില്ലിങ്ങിലേക്ക് പോകുന്നതിന് മുമ്പ് ക്യാപ്പ് സ്റ്റെറിലൈസ് ചെയ്യണം. സ്റ്റെറിലൈസ് ചെയ്തിട്ടാണ് നമ്മൾ ക്യാപ്പിങ്ങിലേക്ക് പോകുന്നത്. സ്റ്റെറിലൈസ് ചെയ്ത വെള്ളത്തിലാണ് നമ്മൾ വാഷ് ചെയ്യുന്നത്. ഓസോണൈസ്ഡ് വാട്ടറിൽ വാഷ് ചെയ്യും.
അത് മെഷീനിൽ തന്നെയാണ് വാഷ് ചെയ്യുന്നത്. ഓക്കെ. ഓട്ടോമാറ്റിക് മെഷീൻ. ഫുൾ ഓട്ടോമാറ്റിക് ആണ്. ഫുൾ ഓട്ടോമാറ്റിക്. അത് ബോട്ടിൽ മാനുഫാക്ചറിംഗ് ബോട്ടിൽ സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ എല്ലാ മെഷീനിലാണ്. പാക്കിംഗ് വരെ. ഇപ്പോൾ ഇനി പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ, അതായത് ഈ ഒരു പ്രസ്ഥാനം മാത്രമല്ല, ഏതൊരു ബിസിനസ്സും സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് അവർക്ക് കൊടുക്കാവുന്ന ഒരു മെസ്സേജ് നമ്മുടെ പ്രേക്ഷകർക്ക്, ഡ്രീം മീഡിയ പ്രേക്ഷകർക്ക്? നമ്മുടെ സെലക്ഷൻ ഓഫ് ബിസിനസ്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന ബിസിനസ്സാണ് നമ്മുടെ സക്സസ്. നമുക്ക് വിജയിക്കാന്നുള്ള ഫീൽഡ് മാത്രമേ തിരഞ്ഞെടുക്കാവുള്ളൂ. അല്ലാതെ അടുത്തുള്ളവൻ ചെയ്യുന്ന ബിസിനസ് കണ്ടുകൊണ്ട് നമ്മൾ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ അത് പരാജയത്തിലേക്കാണ് തീരുള്ളൂ. നമ്മുടെ ബിസിനസ് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുക. അതിനിപ്പോൾ ഇഷ്ടംപോലെ സോഴ്സുകളുണ്ട്, യൂട്യൂബിലൊക്കെ ഇൻസ്റ്റയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കമ്പനികളും അവരുടെ പ്രൊഡക്ഷനുകളും മാനുഫാക്ചറിങ്ങുകളും എല്ലാം കാണാം. നമ്മളിത് നോക്കി ഇത് കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതും നമുക്ക് വയബിളായിട്ടുള്ള ബിസിനസ് നമ്മൾ തന്നെ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് സക്സസ് ആക്കി കൊണ്ടുവരാൻ പറ്റും. പിന്നെ ബിസിനസ് സെലക്ട് ചെയ്തിട്ട് കാര്യമില്ല, അതിൻ്റെ പുറത്ത് നിരന്തരമായ, എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ R&D നമ്മൾ ഉണ്ടാവണം. എപ്പോഴും നിരന്തര ഗവേഷണം ആ ബിസിനസ്സിൽ ഉണ്ടാവണം, ചെയ്യുന്ന ബിസിനസ്സിൽ. അതിൻ്റെ മാർക്കറ്റിങ്ങും, ആദ്യം മാർക്കറ്റിംഗ് ചെയ്തിട്ട് ആ ബിസിനസ്സിൽ ഇറങ്ങുമായിരിക്കും ഇച്ചിരിയോടെ നല്ലത്. മാർക്കറ്റിലെ ട്രെൻഡ് നോക്കിയിട്ട് ബിസിനസ് ചെയ്യുക, എങ്കിലേ ബിസിനസ് സക്സസ് ആവുള്ളൂ. ഇപ്പോഴത്തെ പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, യൂറോപ്പും വിദേശവും സ്വപ്നം കണ്ട് നടക്കാതെ ഈ നാട്ടിൽ ഇഷ്ടം പോലെ ബിസിനസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടേതായ ബിസിനസ്, മാനുഫാക്ചറിങ് ബിസിനസ്സിലേക്ക് ചെറുപ്പക്കാരിറങ്ങുക. അതിനുള്ള ഹെൽപ്പ് സർക്കാരും എല്ലായിടത്തും നമുക്ക് കിട്ടും. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഇപ്പോൾ പഴയതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഹെൽപ്പ് കിട്ടും. അതിന് ഒത്തിരി സ്കീമുകളുമുണ്ട്, ഒത്തിരി സബ്സിഡി സ്കീമുണ്ട്. സബ്സിഡിയുടെ പുറകെ മാത്രം പോകരുത്, സബ്സിഡി എടുക്കാൻ വേണ്ടി മാത്രം പോവുകയും ചെയ്യരുത്. ഇഷ്ടംപോലെ ബിസിനസ് അവസരം കേരളത്തിലുണ്ട്. അപ്പോൾ പുതിയ തലമുറ വിദേശത്തേട്ട് ഓടിപ്പോകാതെ ഇവിടെ തന്നെ സ്വന്തമായി ബിസിനസ് ചെയ്യുക. അതിനുള്ള അവസരം ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. അതാണ് ഇപ്പോഴത്തെ തലമുറയോട് എനിക്ക് പറയാനുള്ളത്. പുറത്തേട്ട് പോകാതെ നാട്ടിൽ നിൽക്കുക. ഷാജിന, വളരെയധികം സന്തോഷം. നമ്മുടെ റെയിൻബോ വാട്ടറിനും പിന്നെ നമ്മുടെ ഈ ബ്രാൻഡ് ഡാഫോഡിൽസ്. അപ്പോൾ ഒത്തിരി ഓർഡറുകളും ഒരു വലിയൊരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഇവിടെ ഇടണം. അത് എൻ്റെ പ്രാഥമിക പണികളൊക്കെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അതൊരു സക്സസ്ഫുൾ ആകട്ടെ. വളരെയധികം സന്തോഷം. എന്തെങ്കിലും ഒത്തിരി തിരക്കിൻ്റെ ഇടയിൽ നമ്മൾക്ക് ഡ്രീം മീഡിയ പ്രേക്ഷകർക്ക് വേണ്ടി ബിസിനസ്സെ കുറിച്ചും നമ്മുടെ ഡഫോർട്സിൻ്റെ എന്താ പറയുക വെള്ളത്തെക്കുറിച്ചും അതിൻ്റെ മേന്മയെക്കുറിച്ചൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. ഇങ്ങനെ ഒരു അവസരം തന്നതിൽ നിങ്ങളോട് നന്ദി. ഓക്കെ, താങ്ക് യു.